കേരളത്തിൽ കുറേ നാടൻ കോഴി വളർത്തുന്ന ആളുകളുണ്ട്. എന്നാൽ ഇത് ലാഭമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അല്ല എന്നായിരിക്കും ഉത്തരം. ഇപ്പം നഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോഴിത്തീറ്റൊക്കെ വാങ്ങിക്കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ പറയും ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ശരിക്കും നഷ്ടമാണോ, ലാഭത്തിലാക്കാൻ പറ്റുമോ, ഈ നാടൻ കോഴി വളർത്തലിലൂടെ എത്രത്തോളം വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പരിശോധിക്കലാണ്. ഈ ചാനൽ തുടങ്ങിയത് അതിന് വേണ്ടിയിട്ടാണ്. കാരണം ഇത് നിങ്ങൾക്കറിയാം, ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം 1 സെൻറ്റ് സ്ഥലമേ ഉണ്ടാവുള്ളൂ. വീടിനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഇവിടെ കോഴി വളർത്തുകയാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമത് ഈ സെറ്റപ്പ് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അത്ര വലിയൊരു സെറ്റപ്പ് ഒന്നുമല്ല. ഇത് വളരെ മോശം സെറ്റപ്പാണ്. നായൊക്കെ വന്നു കഴിഞ്ഞാൽ എപ്പം കോഴീനെ മൊത്തം കൊണ്ടുപോയി നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത്. അപ്പോൾ ഈ സെറ്റപ്പ് മാറ്റിയിട്ട് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ലാഭത്തിലാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നാടൻ കോഴി വളർത്തൽ ലാഭത്തിലാക്കാൻ പറ്റുമോ. എൻ്റെ ഒരു ഊഹം എന്ന് പറയുന്നത് നാടൻ കോഴി വളർത്തൽ അത്യാവശ്യം നല്ല ലാഭം കിട്ടുന്ന പരിപാടിയാണ് വൃത്തിക്ക് ചെയ്താൽ എന്നുള്ളതാണ്. എനിക്ക് അത്ര ലാഭമൊന്നും കിട്ടിയിട്ടില്ല. പലപ്പോഴും ചില സമയത്തൊക്കെ നഷ്ടമാണ്. കാരണം ഞാൻ കോഴിത്തീറ്റ കൊടുത്താണ് വളർത്തുന്നത്. പക്ഷേ അതിന് കാരണം എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ ചെയ്യേണ്ട, അതായത് ഇപ്പം കൂട് കണ്ടില്ലേ, കൂട് വൃത്തിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഒരു കൂട് കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും. ആ കൂട് ഇത് എത്രയോ കാലം മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടതാണ്. ഫ്രെയിം മാത്രമേ അടിച്ചിട്ടുള്ളൂ, നെറ്റ് അടിച്ചിട്ടില്ല, വേറെ ഒന്നും അടിച്ചിട്ടില്ല. അപ്പോൾ ഈ കൂട് ഇങ്ങനെ കിടക്കുന്നത് എൻ്റെ മടി കൊണ്ടാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ കൂട് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്രയും കോഴികളെ വളർത്താൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ നോക്കുന്നത്, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ സ്ഥലത്ത് നിന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വരുമാനം ഉണ്ടാക്കാം. ഞാൻ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വീടിൻ്റെ അടുത്താണ്, സ്മെല്ലുണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഇവർക്ക് അസുഖം വരാൻ പാടില്ല. അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയണം. അപ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാലും നമുക്കിത് ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഒരു ബിസിനസ് ലാഭത്തിലാവണമെങ്കിൽ, ഈ നാടൻ കോഴി വളർത്തൽ ബിസിനസ് ലാഭത്തിലാവണമെങ്കിൽ 2 കാര്യങ്ങളാണ് നമുക്ക് ശരിയായി കിട്ടേണ്ടത്. ഒന്ന്, എത്രത്തോളം കോഴികളെ നമുക്ക് ഒരു മാസം വളർത്താൻ പറ്റും, അതായത് വളർത്തി വലുതാക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വിരിയിച്ചെടുക്കാൻ പറ്റും. രണ്ടാമത്തത്, അതിന് എത്രത്തോളം പൈസയ്ക്ക്, എത്രത്തോളം രൂപയ്ക്ക് അതിനെ വിൽക്കാൻ പറ്റും. അതായത് മാർക്കറ്റിങ്ങും പ്രൊഡക്ഷനും, ഈ 2 സാധനമാണ് നമ്മൾ ശരിയാക്കി എടുക്കേണ്ടത്. അപ്പം പലപ്പോഴും ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ മോശമാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഇത്രയും ചെറിയ സ്ഥലത്ത് കോഴികളുടെ എണ്ണം കൂട്ടുമ്പോൾ കുറേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മെല്ലും അസുഖങ്ങളും പിന്നെ അങ്ങനെ പല പ്രശ്നങ്ങളുമുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചിട്ട് വേണം ഇതിനെ വളർത്തി വലുതാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ചെറിയ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരു മാസം എത്ര കോഴികളെ വരെ പരമാവധി ഒരു പ്രശ്നങ്ങളുമില്ലാതെ വളർത്തി വലുതാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ വിൽക്കാം. നമുക്ക് പല രീതിയിൽ നാടൻ കോഴിനെ വിൽക്കാൻ പറ്റും. ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ വിൽക്കാൻ പറ്റും. കുറച്ചുകൂടെ വലുതായിട്ടൊരു മിനിയേച്ചർ കോഴിയായ രീതിയിൽ വിൽക്കാൻ പറ്റും. അതായത് 2 മാസത്തിലോ 3 മാസത്തിലോ ഒക്കെ വിൽക്കാൻ പറ്റും. പിന്നെ അഡൽറ്റിനെ വിൽക്കാൻ പറ്റും. അഡൽറ്റിനെ വിൽക്കുമ്പോൾ തന്നെ പെടകളെ മാത്രം വിൽക്കാം, പൂവനെ മാത്രം വിൽക്കാൻ പറ്റും. അതുപോലെ തന്നെ പൂവനെയും പെടനെയും ഗ്രൂപ്പായിട്ട് വിൽക്കാൻ പറ്റും. അടവെച്ച കോഴിയെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് വിൽക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിലും മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഒറ്റ മാർക്കറ്റിംഗ് അല്ല, അതുപോലെ തന്നെ പല കളറുള്ളതിനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. നാടൻ കോഴി തന്നെ നിങ്ങൾക്ക് ഇതിപ്പം തന്നെ ഇത് കണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയാണ്. ആ കൂട്ടിൽ കിടക്കുന്നത് ഒരു റെഡ് പുള്ളിയാണ്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ നാടൻ കോഴി വളർത്തൽ ലാഭത്തിലാക്കാം എന്നുള്ളതാണ് ഈ ചാനൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂട് നന്നാക്കുമ്പം കൂട് നന്നാക്കും, അപ്പോൾ അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, പരമാവധി വരുമാനം നാടൻ കോഴി വളർത്തലിൽ നിന്ന് നമ്മളുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട്, അതായത് ചെറിയ സ്ഥലമാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിലും അതിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെ സ്ട്രാറ്റജികളും മെത്തേഡുകളാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് റിയലായിട്ട് ഞാൻ തന്നെ പരീക്ഷിച്ചിട്ട് അത് പരാജയമാണെങ്കിൽ പരാജയമെന്ന് പറയും, അല്ലെങ്കിൽ അത് വിജയമാണെങ്കിൽ വിജയമെന്ന് പറയും. അങ്ങനെയാണ് ഈ ചാനലിന് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ കോഴി വളർത്തൽ ഒരു ഹോബിയായിട്ട് തന്നെ കൊണ്ടു നടക്കുന്ന ആളുകളാണെങ്കിൽ എന്നാൽ അത് ബിസിനസ്സിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അതൊരു വരുമാനത്തിലേക്ക് ആക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇത് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ എനിക്ക് ചില അസുഖങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് വരും, അല്ലെങ്കിൽ എനിക്ക് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ അത്തരം സമയങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അങ്ങനെ പരസ്പരം എനിക്കും അതുപോലെ ഇത് വീഡിയോ കാണുന്ന ആളുകൾക്കും പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ചാനൽ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.